ഇന്നൊരു നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് ദിവസമല്ല കേട്ടോ. ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. അതായത് സാധാരണ എല്ലാവരും പുട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പുട്ടൊന്നും കാണിക്കാനൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ വീഡിയോ എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. ഞാൻ നമ്മളിവിടെ ഫ്ലാറ്റിലോട്ട് മാറിയതിന് ശേഷം ഒരുപാട് പാത്രങ്ങളൊന്നും അവിടുന്ന് കൊണ്ടുവന്നിട്ടില്ല. എല്ലാം കൂടി ഇവിടെ ഇങ്ങനെ വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പുതിയ വീട്ടിലോട്ട് മാറുമ്പോൾ അപ്പോൾ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ കൂടം ഒന്നും വാങ്ങിച്ചിട്ടില്ല, ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഈ സ്റ്റീമറിൻ്റെ ഓട്ടപാത്രമില്ലേ, ഓട്ടപാത്രത്തിൽ സ്റ്റീം ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ പുട്ടുണ്ടാക്കുക. അത് വീഡിയോയിൽ കാണിച്ചതിന് ശേഷം എൻ്റെ ഉമ്മാക്ക് ഭയങ്കര പരാതി, നാണക്കേടാണ്, അതങ്ങനെ കാണിക്കരുത്, എന്നോട് പറയേണ്ടത് ആ പുട്ടുകൂടെ എടുത്തിട്ട് അത് വെച്ചിട്ട് ഉണ്ടാക്കുമെന്ന്. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു എനിക്ക് എളുപ്പം അതാണ്, ഒറ്റ ട്രിപ്പിൽ എല്ലാവർക്കും കൂടിയുള്ള പുട്ടാവുമെന്ന്. അപ്പോഴും ഉമ്മക്ക് സമാധാനമില്ല, പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഉപ്പാനെടുത്ത് കൊടുത്തയച്ചതാണ് 2 പുട്ടുകുറ്റിയുള്ളത്, പെട്ടെന്ന് തീരാനാണെങ്കിൽ 2 പുട്ടുകുറ്റിയുള്ളത് എന്ന് പറഞ്ഞിട്ടൊരു കുക്കർ. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു അതിപ്പോൾ 2 പുട്ടുകുറ്റിയും കൂടി കഴുകണ്ടേ, അങ്ങനെ. അപ്പോൾ പിന്നെ കുക്കറിൽ വെക്കാൻ പറ്റുന്ന വേറൊരു കുറ്റിയും കൂടി കൊടുത്തയച്ചിട്ടുണ്ട്, തൽക്കാലം ഇത് വെച്ചിട്ട് പുട്ടുണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ പറയുക, അങ്ങനെയാണ് ചില ആൾക്കാർ, അവർക്ക് ചിലതിലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, ഞാൻ എങ്ങനെയാണോ എളുപ്പം അത് നോക്കിയിട്ടാണ് ചെയ്യുക കേട്ടോ. വേറെ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ കേൾക്കില്ലായിരുന്നു. പിന്നെ ഉമ്മാക്ക് ഇനിയിപ്പോൾ അതൊരു പരാതി വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ പുട്ടുണ്ടാക്കുന്നത്. ഇത് കാണുമ്പോഴെങ്കിലും ആൾക്ക് സമാധാനമായിക്കോട്ടെ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾക്ക് എന്താണോ എളുപ്പം അതല്ല ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെ ചെയ്യണം എന്നൊക്കെ ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻസിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ അതാ നല്ല അടിപൊളി പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പം സ്റ്റീമറിൽ വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സമയം എനിക്ക് ലാഭിക്കാം. എന്താ പറയുക, അപ്പം കുക്കിംഗ് വീഡിയോസ് എടുക്കാനൊന്നും സമയമില്ല, പക്ഷേ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഐഷാസ് കാർട്ടും കൂടെ ആയപ്പോഴേ ഭയങ്കരമായിട്ട് ബിസിയായി. വീട്ടിലെ കാര്യങ്ങളും ഇതും യൂട്യൂബും ഇൻസ്റ്റഗ്രാമും വീട് പണിയും എല്ലാം കൂടി നമ്മൾ നോക്കി നടക്കുമ്പോൾ ഒന്നും ശരിയാവണില്ല. അപ്പം ഭക്ഷണമൊക്കെ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടാറില്ല കേട്ടോ. ഞാൻ നാട്ടിൽ സെറ്റിലായ ശേഷം ഒത്തിരി മെസ്സേജസാണ് UAE വരാറ്, പ്രൊമോഷൻ കോളുകളൊക്കെ വരാറുണ്ട്. ഒരുപാട് സന്തോഷമാണ്. അതിൽപ്പെട്ട ഒരെണ്ണമാണ് ഇത്. UAE വന്നിട്ടുള്ള ഒരു ഗിഫ്റ്റാട്ടോ. അപ്പം ഞാനിപ്പോൾ നാട്ടിൽ നിന്നാണ് ഈ ഒരു ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒക്കെ ചെയ്യുന്നത്. ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളാട്ടോ. അവരിപ്പോഴും എന്നെ ഓർക്കുന്നുണ്ടെന്ന് അറിയുന്ന ഒരുപാട് സന്തോഷം. റിസ ബൈ ട്രൈലോ ഇവരുടെ ഇന്നോവേഴ്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു UAE അവരുടെ ഷോപ്പിൽ പോയിട്ടൊക്കെ. അത് ഞാനിത് പ്രൊമോഷൻ വീഡിയോ ആയിട്ട് പറയില്ല. ആ ഒരു ഇന്നോവേഴ്സാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അത്രയും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സാണ്. പിന്നെ അവരുടെ ഈ ഒരു ഇന്നോവേഴ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതേ യൂസ് ചെയ്യുള്ളൂ. അത്രയും നല്ല ക്വാളിറ്റി, പിന്നെ നല്ല കംഫർട്ടബിളാണ്. ഇന്നോവേഴ്സൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പം എല്ലാ തരത്തിലും നമ്മൾ നോക്കണമല്ലോ. ശരിക്കും നമ്മൾ ഡ്രസ്സ് പെർഫെക്റ്റ് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് നല്ല പെർഫെക്റ്റ് ഇന്നോവേഴ്സ് യൂസ് ചെയ്യുന്നത് മസ്റ്റാണ്. എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. പക്ഷേ അത് എവിടെ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസ UAE അവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അവരുടെ ഷോപ്പ് വിസിറ്റ് ചെയ്തിട്ട് തന്നെ വാങ്ങിക്കുക. ഒരു തവണ വാങ്ങിച്ചത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നിന്ന് വാങ്ങിക്കുള്ളൂ. പിന്നെ ഈ 4 ഹുക്കുകൾ വരുന്നുണ്ട്, അതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിടക്കും. പിന്നെ ബൾജ് ചെയ്ത് നിൽക്കുന്നതും സാഗിങ് പ്രശ്നങ്ങളും എല്ലാത്തിനും ഒരു പരിഹാരമാണ് റിസ ഇന്നോവേഴ്സ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അവരുടെ പുതിയ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പം ഈ ഒരു സിറ്റുവേഷനിൽ പോകാൻ പറ്റാത്തതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അവരുടെ പുതിയ ഷോപ്പിൻ്റെ വീഡിയോ ഞാനിവിടെ സൈറ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പുതിയ ഷോപ്പ് വരുന്നത് UAE ഷാർജയിൽ മുവൈലയിലുള്ള ലുലു ഉണ്ടല്ലോ, അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. അപ്പോൾ പറ്റുന്നവർ പോയിട്ട് തന്നെ വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഇന്നോവേഴ്സിനായിട്ട് വേറെ എവിടെയും പോകണം. ഇന്നോവേഴ്സ് മാത്രമല്ല കേട്ടോ, അതുപോലെ തന്നെ കുറേ നൈറ്റ് ഡ്രസ്സുകളും അങ്ങനത്തെ കുറേ കളക്ഷൻസ്, ലേഡീസിന് ആവശ്യമുള്ള എല്ലാവിധ കളക്ഷൻസും അവിടെ കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾ വേറെ എവിടെയും പോകണ്ട. പിന്നെ അവരുടെ ഫസ്റ്റത്തെ ഷോപ്പ് വരുന്നത് മദീന മോളിലാട്ടോ, ദുബായ് മദീന മോളിൻ്റെ അടുത്താണ്. അത് ഞാൻ അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു തവണയിൽ നിങ്ങൾ ഇവിടുന്ന് ഇന്നോവേഴ്സ് വാങ്ങിച്ചിരിക്കണം, മസ്റ്റാണ്. കാരണം പിന്നെ നിങ്ങൾ അവിടുന്ന് വാങ്ങിക്കുള്ളൂ. അത്രയും കംഫർട്ടബിളാണ്, അത്രയും പെർഫെക്റ്റ് ആണ്. പിന്നെ ഇതിൽ ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ള എല്ലാ ഇന്നോവേഴ്സും ഡിഫറെൻറ്റ് ക്വാളിറ്റി, ഡിഫറെൻറ്റ് ടൈപ്പുകളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരെണ്ണം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല, എല്ലാ തരം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പെർഫെക്റ്റ് സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് നമുക്ക് ട്രയൽ ചെയ്യാനുള്ള ഓപ്ഷനും കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം റിസ ഇന്നോവേഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പറൊക്കെ UAE എന്തായാലും വിസിറ്റ് ചെയ്യുക. ഞാൻ താഴെ നമ്പർ കൊടുക്കാം. അപ്പോൾ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും അറിയിക്കണം കേട്ടോ എന്നോട്.
അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഫംഗ്ഷന് പോകാനുണ്ടായിരുന്നു ഇന്ന്. രാവിലെ തന്നെ ആയിരുന്നു ഫംഗ്ഷൻ. പക്ഷേ രാവിലെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പ് റൂഹിമോളൊന്നും സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. ആൾക്ക് ഭയങ്കര ചുമയായിരുന്നു. ചുമയായിട്ട് ഞാൻ സ്കൂളിലേക്ക് പറഞ്ഞു വിടാറുണ്ട്. രാവിലെ ചുമ ഉണ്ടാവാറില്ല, പക്ഷേ രാത്രിയിൽ ചുമച്ച് ഛർദ്ദിക്കാറുണ്ട്. അപ്പോൾ മരുന്നും കുടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എല്ലാം കൂടിയായിട്ട് ഭയങ്കര ക്ഷീണം. അപ്പോൾ 2 ദിവസമായിട്ട് സ്കൂളിൽ പോയിട്ടില്ല. അവൾക്കാണെങ്കിലും ഇപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. രാവിലെ ഒരു കുഴപ്പമില്ല കേട്ടോ. രാത്രിയിൽ ഭയങ്കര ചുമ, കണ്ടിന്യൂസ് ആയിട്ട് ചുമയായിരിക്കും. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് എൻ്റെ തറവാട്ടിലോട്ടാണ്. അതായത് എൻ്റെ ഉപ്പാക്ക് 7 അനിയന്മാരാണല്ലോ. അതിൽ തറവാട്ടിലുള്ള 2 എളാപ്പമാരാണ്, മഹബൂബാപ്പയും പിന്നെ റാഫിയാപ്പയാണ് ഏറ്റവും ചെറുത്. അപ്പോൾ ഇവർ 2 പേർക്കും കൂടിയാണ് തറവാട്ടിൽ വീടുള്ളത്. അപ്പം ഇനിയിപ്പം തറവാട് പൊളിച്ചിട്ട് 2 വീടാക്കാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. അപ്പം അതിൽ തറവാട് പൊളിക്കുന്നതിന് മുമ്പ് ഒരു എളാപ്പ തറയിടല. അപ്പം ഇന്നൊരു എളാപ്പൻ്റെ തറയിടല കേട്ടോ. ഇതാണ് ആ എളാപ്പ, റാഫി എളാപ്പേൻ്റെ തറയിടുന്ന ദിവസമാണിന്ന്. ഇന്ന് രാവിലെ ആയിരുന്നു ഫംഗ്ഷൻ. രാവിലെ നമുക്ക് മക്കൾക്ക് സ്കൂളും എക്സാമൊക്കെ ആയതുകൊണ്ട് തന്നെ വരാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. തറയിടലൊക്കെ ഈ ഒരു സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. പെട്ടെന്ന് തന്നെ വീട് പണി കഴിയട്ടെ, എന്നിട്ട് വേണം മഹബൂബാപ്പക്ക് അവിടെ വീട് പണി നടത്താൻ. 2 പേർക്കും കൂടിയുള്ള ഇനി നമ്മുടെ തറവാട്ടിൽ ഈ 2 എളാപ്പന്മാരായിരിക്കും ഉണ്ടാവുക ഇൻഷാ അല്ലാഹ്. 60 വർഷം പഴക്കമുള്ള തറവാടാട്ടോ. അതുപോലെ തന്നെ ഞങ്ങളുടെ വല്യപ്പാക്കും വല്യമ്മക്കും 11 മക്കളാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാൽ തന്നെ ഒരു കല്യാണത്തിനുള്ള ആൾക്കാരുണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഈ തറവാട്ടിലായിരിക്കും ഞങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കൂടാറ്. വല്യപ്പയും വല്യമ്മയും ഇല്ലാത്ത സമയത്തും ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി ഇവർ 2 പേരാണ് ഈ തറവാട് ഇങ്ങനെ അതേപോലെ നിലനിർത്തി കൊണ്ടുപോകാനുള്ളത്. ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെ ആവട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും വരാനും ആ ഒരു ഫെസ്റ്റിവൽ പോലെ ആഘോഷിക്കാനും ഞങ്ങളുടെ ആ ഒരു ജോയിൻറ്റ് ഫാമിലിയിലുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവില്ലേ, അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. അതങ്ങനെ ജോയിൻറ്റ് ഫാമിലിയിലുള്ളവർക്കേ ആ ഒരു ഫീലിംഗ് മനസ്സിലാവുള്ളൂ. ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴുള്ളൊരു ഫീലിംഗ് അത് വേറൊരു വൈബാണ്. ശരിക്കും എല്ലാവരും കൂടി ആവുമ്പോഴാണ് കുടുംബമാവുന്നത്. അങ്ങനെ പിന്നെ മൈബിളപ്പം കുറച്ച് മാങ്ങ അറുത്തത്. ഞാൻ മൈബിളപ്പന് പറഞ്ഞിരുന്നു എനിക്ക് മാങ്ങ വേണം, കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് വലിപ്പം കൂടിപ്പോയി, സമയം കൂടിപ്പോയി. അങ്ങനെ പിന്നെ നമ്മുടെ തറയിടലിൻ്റെ ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് പോന്നു വീട്ടിലോട്ട്. ഇത് വേറൊരു ദിവസം എടുത്താൽ കേട്ടോ. അതായത് ഈ ഒരു ദിവസത്തിന് തൊട്ട് മുമ്പത്തെ ദിവസം, അന്ന് റൂഹിമോൾക്ക് വയ്യായിരുന്നു. ചെറിയൊരു ചുമയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര മടിയാവുമെന്ന് വിചാരിച്ചിട്ട്. എന്നെ വിളിക്കാൻ പോയപ്പോൾ ടീച്ചേഴ്സും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ലൈനായിട്ട് വന്ന് നിൽക്കുന്ന ആളെ കാണാനില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവളുടെ മാമിൻ്റെ കൂടെ ഫസ്റ്റത്തെ മാം വന്നു, ഹേമ മാം വന്നു, മക്കളൊക്കെ വന്നു. പിന്നെ കാണാനില്ലപ്പോഴാണ് നീനു മാമിൻ്റെ കൂടെ അവളിങ്ങനെ ആടിപ്പാടി വരുന്നത്. അപ്പം വാഷ്റൂമിൽ പോയതായിരുന്നല്ലോ. സ്കൂള് കഴിയാൻ നേരം വാഷ്റൂമിൽ പോകാൻ മുട്ടിയിട്ട് വാഷ്റൂമിൽ പോയതായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് വരുന്നത്. സ്കൂൾ വിടുന്ന സമയത്ത് ഒരു സ്വഭാവവും സ്കൂളിലേക്ക് പോകുമ്പോഴും ഒരു സ്വഭാവമാണ് റൂഹിക്ക് കേട്ടോ. അപ്പം രാവിലെ സ്നാക്ക് ബോക്സിൽ ഞാൻ പോമഗ്രാനൈറ്റ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോഴാണ് കഴിക്കുന്നത്. വേണ്ട ഇനി വേണ്ട. ഓക്കെ, ഞാൻ നിനുമാമിനോടും ഹേമമാമിനോടും പറഞ്ഞോളാം. റൂഹി ഇത് കാണും അവർ ട്ടാ. റൂഹി ഇത് ഇങ്ങനെയാണ് കരിയർ ട്ടാ. റൂഹി എന്താ തിന്നണ്? അതിൻ്റെ പേര് അറിയില്ല. പോമഗ്രാനൈറ്റ് ഇടണോ? വേണ്ട, നല്ല മൂടല്ല ആള്. അങ്ങനെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ വീട് പണി നടക്കുന്നിടക്കാണ് പോകുന്നത്. എല്ലാ ദിവസവും വരാറുണ്ട് കേട്ടോ വീട് പണി നടക്കുന്നിടക്ക്. കാരണം ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോൾ നമ്മൾ കൂടെ നിന്നാലാണ് നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം റോഹിനെ അവിടെ ഉമ്മാൻ്റെ അടുത്ത് ആക്കിയിട്ട് ഞങ്ങൾ വീട് പണി നടക്കുന്നവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീടിന് നല്ലൊരു മാറ്റം കാണുന്നില്ലേ? നമ്മൾ കാർപോർച്ചിൻ്റെ മേലെ ഓട് പതിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓടൊക്കെ നമ്മൾ ഓൾറെഡി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ലാസ്റ്റ് സ്റ്റേജിൽ വെക്കുമ്പോഴല്ലേ രസം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പം ചെയ്യുന്നത് കണ്ടോ, ഇത് നമ്മൾ ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓട്ടോമേഷൻ്റെ സാധനങ്ങളൊക്കെ ഫിക്സ് ചെയ്യാണ്. എന്നിട്ട് വേണം നമ്മൾ മതിലിലൊക്കെ പണി നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാര്യമായിട്ടുള്ള പണികളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആർക്കിടെക്റ്റ് വന്നിട്ടുണ്ട്. ആർക്കിടെക്റ്റ് ഡെയിലി വരാറുണ്ട്, എഞ്ചിനീയറും ഉണ്ടാവാറുണ്ട്, എല്ലാവരും ഉണ്ടാവാറുണ്ട്.
വീട് പണി ഇങ്ങനെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ എന്താ പറയുക, കഴിഞ്ഞ ദിവസത്തെ കമൻസിലൊക്കെ പലരും പറയുന്നുണ്ട് ഇത് കഴിയുമോ, പണി തീരാത്ത വീട് എന്നൊക്കെയുള്ള കുറേ കമൻസ് കണ്ടു. നമുക്കതിലൊന്നും സങ്കടമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ എന്താ വെച്ചാൽ വേഗം പണി നടക്കണമെന്നൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. കഴിയുമ്പോൾ കഴിയട്ടെ, അത്രയേ ഉള്ളൂ. നമ്മൾ മാക്സിമം ഫാസ്റ്റ് ആക്കുന്ന അത്രയേ ഉള്ളൂ. പിന്നെ ഇതാ ഗ്ലാസ്സുകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ബെഡ്റൂമിലൊക്കെ അത്യാവശ്യം ലൈറ്റുകളുണ്ട്. അതായത് നമ്മൾ വീട് വെക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്തൊക്കെയാണ് വേണ്ടത്. കാരണം ഞങ്ങളുടെ വീട് 2 ആർക്കിടെക്ട്സിൻ്റെ കൈകളിലൂടെയാണ് പോയിട്ടുള്ളത്. അപ്പം ഫസ്റ്റത്തെ ആൾ വെച്ചതാണ് ആ ലൈറ്റ്സിൻ്റെ സെറ്റപ്പൊക്കെ ഇട്ട്. അപ്പം രണ്ടാമത്തെ ആൾക്ക് അത്ര ലൈറ്റൊന്നും ഇഷ്ടമില്ല. അപ്പം എന്തായാലും ആ ലൈറ്റ് വയറിങ്ങൊക്കെ വെച്ചതുകൊണ്ട് തന്നെ ആ ലൈറ്റ് അത്രയും വെക്കേണ്ടിയുണ്ട്. പക്ഷെ എന്തായാലും നമുക്ക് വെളിച്ചം അത്യാവശ്യമാണല്ലോ. ഇപ്പോൾ വീട്ടിൻ്റെ അകത്ത് നിറയെ പണിക്കാരാട്ടോ, എല്ലാവരും കൂടി ഒരുമിച്ച് പണിയെടുക്കുക. എന്തായാലും ഇൻഷാ അല്ലാ പെട്ടെന്ന് തന്നെ ആവുമായിരിക്കും. ഞാനൊരു ഡേറ്റ് ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു ഓട് പതിച്ച ശേഷം നമ്മുടെ വീടൊരു വേറൊരു ലുക്കായിട്ടുണ്ട്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അങ്ങനെ പിന്നെ ഞങ്ങൾ ആർക്കിടെക്റ്റിനെ കൂട്ടിയിട്ട് നമ്മൾ ലൈറ്റ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാരണം ലൈറ്റൊക്കെ നമ്മൾ ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇപ്പോൾ തന്നെ ഫിക്സ് ചെയ്യണം അത്രേ, എന്നാലേ നമുക്ക് അവിടെ വേറെ എന്തെങ്കിലും പണികളുണ്ടെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം പോകുന്ന സമയത്ത് നമ്മൾ വൈകുന്നേരമല്ലേ, അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ചായ അല്ല, കോഫിയാണ് കുടിച്ചത്. കോഫിയും സ്നാക്സും ഒക്കെ കഴിച്ച് നമ്മൾ വളാഞ്ചേരിയുള്ള സിൽവാൻ ലൈറ്റ്സിലോട്ടാണ് പോകുന്നത്. സിൽവാനിന് നമ്മൾ ടൈൽസ് എടുത്തിട്ടുണ്ടായിരുന്നത്, പിന്നെ കിച്ചണിലോട്ടുള്ള സിങ്ക് കാര്യങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ലൈറ്റ്സും അവിടെ നിന്ന് തന്നെ എടുക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടില്ല, സിൽവാൻ നമ്മൾ ഒരു റിലേഷൻ ഉണ്ട്. മീൻസ് റിലേഷൻ എന്ന് പറയുമ്പോൾ മുസ്തഫക്കിനോട് നല്ല പരിചയമാണ്. പ്ലസ് അത്രയും കളക്ഷൻസ് ഉള്ള വേറെ ഏതൊരു സ്ഥാപനമാണുള്ളത് ലൈറ്റ്സിലൊക്കെ. പ്രത്യേകിച്ച് ലൈറ്റ്സിലൊക്കെ ഞാൻ ഇത്രയും കളക്ഷൻസ് വേറെ എവിടെയും കണ്ടിട്ടില്ല സിൽവാൻ ലൈറ്റ്സിൽ. ഞാൻ മുമ്പ് ഇവിടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്താ പറയുക ഓരോ ലൈറ്റ്സിൻ്റെയും യൂസേജ് എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ വീട്ടിലോട്ട് വാങ്ങിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് എന്താ പറയുക ഇന്ന സ്ഥലത്തേക്കുള്ളതാണ്, ഇന്ന സ്ഥലത്തേക്കുള്ളതാണെന്നൊക്കെ. കാരണം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് വരികയാണ്, ഞാനും മിക്കും ഒറ്റയ്ക്ക് വരികയാണെങ്കിലും ഞങ്ങൾ ചിലപ്പം ഏതൊക്കെയോ ലൈറ്റ്സ് വാങ്ങിച്ച് കൂട്ടുമായിരുന്നു കേട്ടോ. നമ്മൾ ആർക്കിടെക്റ്റിനെ കൂട്ടി വന്നതുകൊണ്ട് തന്നെ ആൾക്ക് നല്ല കറക്റ്റായിട്ട് എവിടേക്ക് എന്തൊക്കെ വേണം എന്നുള്ള നല്ലൊരു ഇതുണ്ട്, ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഇന്ന ബെഡ്റൂമിലോട്ട് ഹാങ് ലൈറ്റ് ഏതാ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വേഗം പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പം ഞങ്ങൾക്ക് അത്രയും കൺഫ്യൂഷൻസ് വന്നിട്ടില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ നല്ല കൺഫ്യൂഷൻ ആവും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഓരോ സ്ഥലത്തേക്കുള്ള എന്താ പറയുക ലൈറ്റ്സും അത്രയും കളക്ഷൻ ഉണ്ട്. നമ്മൾ പിന്നെ കുറേയൊക്കെ വേണ്ട ആ ഭാഗത്തേക്ക് നോക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞു. ഇത് നമുക്ക് ബെഡ്റൂമിലോട്ട് സൈഡ് ടേബിളിൻ്റെ അവിടേക്ക് ഹാങ് ചെയ്തിട്ടുള്ള ലൈറ്റ്സാണ്. അപ്പം അവിടെ ഇങ്ങനെ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ടോർച്ച് പോലത്തെ അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അതിൽ ഒരു കളർ കോമ്പിനേഷനും ഉണ്ട്. അപ്പോൾ നോക്കിയപ്പം നമ്മൾ ഒരെണ്ണം ചൂസ് ചെയ്തിട്ടുണ്ട്, ആ ഒരു കളർ കോംബോ ഉള്ളത്. അങ്ങനെ ഓരോ റൂമിലോട്ടും ഓരോ കളർ കോംബോ ഉണ്ട്. അതിന് ആ ഒരു തീമിനനുസരിച്ച് വേണം നമ്മൾ ലൈറ്റ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ടതല്ല എടുക്കുന്നത്, ആ ഒരു തീമിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പം ആർക്കിടെക്റ്റ് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ശരിയാണ്, അങ്ങനത്തെ ഒരു ഭംഗിയുള്ളതല്ല നോക്കേണ്ടത്, ആ തീമിനോട് മാച്ച് ആകുമ്പോഴാണ് ആ ഒരു ലൈറ്റ് ഭംഗിയാക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊന്നും എനിക്ക് വലിയ ധാരണയില്ല. അങ്ങനെ ഞങ്ങൾ ഓരോന്നും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റെയറിൻ്റെ അവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഉണ്ട്, അത് അത്രയും താഴെ വരെ ഹാങ്ങിങ് നമുക്ക് സ്പേസ് ഇല്ല, കാരണം അവിടെ ഒരു ലാൻഡിങ് വരുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഒരു മിനിമം ഹൈറ്റിലുള്ള ഹാങ്ങിങ് ലൈറ്റേ പറ്റുള്ളൂ അവിടെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വീണ്ടും ഒരു കൺഫ്യൂഷന്, നീളത്തിലുള്ള എടുക്കണോ താഴെ ഹാങ് ചെയ്യുന്ന എടുക്കണോ അതോ അങ്ങനത്തെ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നത് നമുക്കവിടെ വെക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരെണ്ണം ചൂസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ചൂസ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് ഞാൻ വെക്കുന്ന സമയത്ത് കാണിക്കാം കേട്ടോ. അതിപ്പം 1-2 ദിവസത്തിനുള്ളിൽ വെക്കും. ഇതിപ്പോൾ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ കാണിക്കാം. 2 ദിവസം കഴിഞ്ഞിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിൽ. അപ്പം അത് ഞാൻ അടുത്ത വീഡിയോസിൽ കാണിക്കാം, കാരണം അതിന് മുമ്പ് ഇടാനുള്ള കുറച്ച് വീഡിയോസ് പെൻഡിങ് ഉണ്ട്. അപ്പോൾ ഇതവിടെ ഹാങ് ലൈറ്റ്സിൽ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് കേട്ടോ. റേറ്റ് ഉള്ളതും ഉണ്ട്, റേറ്റ് കുറവുള്ളതും ഉണ്ട് കേട്ടോ. പിന്നെന്താ, നമുക്ക് ഇവിടെ വന്നാൽ എന്തായാലും കൺഫ്യൂഷൻ ആവുന്നത് 100% ഉറപ്പാണ്. അത്രയും കളക്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഈ കൊളോണിയൽ സ്റ്റൈലിലുള്ള വീടാണല്ലോ നമ്മളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റൈലിൽ പുറത്തേക്കുള്ള ലൈറ്റുകളുണ്ടല്ലോ, അത് ആ ഒരു സ്റ്റൈലിൽ വെക്കണം. അതും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വെക്കുന്ന സമയത്ത് കാണിക്കാം. ഇപ്പോൾ പറയുമ്പോൾ ഒരു ത്രില്ലില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ടെത്തി. വീട്ടിലോട്ടല്ല, നമ്മൾ ഇക്കാക്കൻ്റെ വീട്ടിലോട്ടെത്തി. അപ്പം നേരത്തെ വന്നപ്പോഴും
ചായ കുടിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ലെന്നു. അപ്പോഴേക്കും ഇത്ത കൽത്തപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചായയും കൽത്തപ്പൊക്കെ കുടിച്ച് അവിടുന്ന് കുറച്ച് നേരം നിന്ന് സംസാരിച്ചിട്ട് പിന്നെ ഞങ്ങളെ വീട്ടിലോട്ട് തന്നെ പോയി കേട്ടോ. കൽത്തപ്പാണെങ്കിൽ നല്ല ആരൊക്കെ വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിക്കണ്ടെന്നൊക്കെ വിചാരിച്ചായിരുന്നു, മധുരം ഇങ്ങനെ വെറുതെ കഴിക്കേണ്ടെന്ന്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ ഡിന്നറാണത്. പിന്നെ ഇത്രയും വിഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഓൾറെഡി നമുക്ക് സാമ്പാറും ചോറും ഉണ്ട് കേട്ടോ, ക്യാബേജും ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്ക വരുമ്പോൾ അയില ഫ്രഷായിട്ട് കണ്ടപ്പം അയില വാങ്ങിച്ച് അയില മുളകിട്ടു. അതിന് കൂടെ ഞണ്ട് ഫ്രൈ ആക്കി, ചെറിയ ഞണ്ടായിരുന്നു ഫ്രഷ് ആയിട്ടുള്ളത്. പിന്നെ കുറച്ച് എടുത്തു കുറച്ച് മെഴുക്ക് വരട്ടി ഉണ്ടാക്കി പയറിൻ്റെത്. പിന്നെ കുറച്ച് അതിൽ 2 എടുത്ത് പൊരിച്ചു, കാരണം ഞാൻ ഞണ്ട് ഫ്രൈ എനിക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട്. പിന്നെ മോര്, അച്ചാറ്, ക്യാബേജ് ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ. റുഹി ഹായ് പറഞ്ഞ. റോയ്ക്ക് വയ്യ, റോയ്ക്ക് ചുമയാണ്. അവിടെ ഉണ്ട് കേട്ടോ. എന്താന്ന് പറഞ്ഞ എന്താ സാധനം? ഐഷസ് കാറ്റത്തെയാണ്. ഫോട്ടോ എടുക്കണത് അല്ലേ? അത് റൂമിൻ്റെ ആണ്. അടുത്തില്ല, റൂയ്ക്ക് തന്നെയാണ് കേട്ടോ. ഓക്കെ. ഇപ്പോൾ രാത്രി ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുന്നത്. ഓക്കെ. പിന്നെ ഭക്ഷണത്തോട് നമ്മൾ പിന്നെ അങ്ങനെയാണ്, മക്കൾക്കൊക്കെ ഇഷ്ടമാണ്. ഇതെല്ലാം കഴിക്കണം കേട്ടോ, ഇതൊന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല. വെജിറ്റബിൾസും കൂടെ കഴിക്കണം. ഉപ്പേരി പോരെ? അച്ചാറാണോ? ഞണ്ടല്ലപ്പാ വെച്ചിക്കണ്, ഇത് കഴിഞ്ഞിട്ട് കഴിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ടും വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.